ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ സുരക്ഷിതമായ സോളാർ പാനൽ ഉപയോഗിച്ച് ഒരു ഹോം ലൈറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കുന്നതിനുള്ള വിശദമായ ഗൈഡ് ഞങ്ങൾ നൽകും. ഹോം ലൈറ്റിംഗ് സിസ്റ്റത്തിനായുള്ള വയറിംഗ് ഡയഗ്രവും കണക്ഷൻ പ്രോസസ്സും നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം ചേരുക. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും: ഹോം ലൈറ്റിംഗ് സിസ്റ്റത്തിനായി ഒരു സോളാർ പാനൽ മൗണ്ട് ചെയ്യുക, ഒരു DC ഹോം ലൈറ്റിംഗ് സോളാർ PV സിസ്റ്റം കണക്ട് ചെയ്യുക. ഒരു ഹോം ലൈറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ടൂളുകൾ, എക്വിപ്മെന്റുകൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്കാദ്യം നോക്കാം. നമുക്ക് ഇനി പറയുന്ന ടൂളുകൾ, എക്വിപ്മെന്റുകൾ, മെറ്റീരിയലുകൾ എന്നിവ ആവശ്യമാണ്. സോളാർ പാനൽ 260 വാട്ട് 18.5 വോൾട്ട് ഒരെണ്ണം, ബാറ്ററി 12 വോൾട്ട് 40 AH 1, സോളാർ ചാർജ് കൺട്രോളർ 12 വോൾട്ട് 10A ഒരെണ്ണം, DC കേബിളുകൾ, LED ബൾബ് 12 വോൾട്ട് 9 വാട്ട് 1, DC ഫാൻ 12 വോൾട്ട് 10 വാട്ട് 1, പ്രൊട്ടക്റ്റീവ് ഡിവൈസുള്ള DC DB ഇൻപുട്ട് സൈഡ് 1, പ്രൊട്ടക്റ്റീവ് ഡിവൈസുള്ള DC DB ഔട്ട്പുട്ട് സൈഡ് 1, മൾട്ടിമീറ്റർ 1, ക്ലാമ്പ് മീറ്റർ 1, സ്ക്രൂ ഡ്രൈവർ, വയർ സ്ട്രിപ്പർ, വയർ കട്ടർ, കത്തി. ആദ്യം നമുക്ക് ഹോം ലൈറ്റിംഗ് സിസ്റ്റങ്ങളുടെ HLS കൺസെപ്റ്റ് മനസ്സിലാക്കാം. DC ഹോം ലൈറ്റിംഗ് സിസ്റ്റംസ് സാധാരണയായി ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു. വീടുകൾ, ക്ഷേത്രങ്ങൾ, ഫാം ഹൗസുകൾ, പൂന്തോട്ടങ്ങൾ എന്നിവ മുതൽ ഒട്ടേറെ വിവിധ സെറ്റിംഗുകളിൽ ഈ സിസ്റ്റങ്ങളുടെ പ്രധാന നേട്ടങ്ങളിലൊന്ന് റിന്യൂവബിൾ എനർജി സോഴ്സ് ആയി സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നതാണ്. അത് അവയെ പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമാക്കി മാറ്റുന്നു. ഒരു സോളാർ ഫോട്ടോവോൾട്ടേക് SPV മോഡ്യൂൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന ഫാക്ടേഴ്സ് പരിഗണിക്കേണ്ടത് പ്രധാനമാണ്. മരങ്ങൾ, ബിൽഡിംഗുകൾ അല്ലെങ്കിൽ ഷാഡോ കാസ്റ്റിംഗ് കഴിയുന്ന മറ്റ് ഘടനകൾ പോലെയുള്ള തടസ്സങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ഇൻസ്റ്റലേഷൻ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കണക്കിലെടുത്ത് സൂര്യപ്രകാശം പരമാവധി എക്സ്പോഷർ ചെയ്യുന്നതിനായി പാനലുകൾ അസീമത്ത് ആംഗിളുകളിൽ സ്ഥാപിക്കുകയും യഥാർത്ഥ സൗത്ത് ഫേസ് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ നമുക്ക് മൗണ്ടിംഗ് സ്ട്രക്ചറുകൾ സൂക്ഷ്മമായി പരിശോധിക്കാം. മൗണ്ടിംഗ് സ്ട്രക്ചറുകളിൽ സാധാരണയായി സ്റ്റീൽ പോലെയുള്ള റസ്റ്റ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസിൽ നിന്ന് നിർമ്മിച്ച ഫ്രെയിമുകളും പോസ്റ്റുകളും അടങ്ങിയിരിക്കുന്നു. ഈ സ്ട്രക്ചറുകൾ സോളാർ പാനലുകൾക്ക് ദൃഢമായ സപ്പോർട്ട് നൽകുന്നു. അവ സെക്യൂറും സ്റ്റേബിളുമാണെന്ന് ഉറപ്പാക്കുന്നു. സോളാർ പാനലുകളുടെ ഒപ്റ്റിമൽ പൊസിഷനിംഗ് ഉറപ്പാക്കാൻ മൗണ്ടിംഗ് സ്ട്രക്ചർ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധാപൂർവം അറ്റൻഷൻ നൽകണം. അടുത്തതായി ഒരു മൗണ്ടിംഗ് സ്ട്രക്ചറും സോളാർ PV പാനലും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. തിരഞ്ഞെടുത്ത ഇൻസ്റ്റലേഷൻ സ്ഥലത്ത് മതിയായ ഡെപ്തും വിഡ്ത്തുമുള്ള ഒരു പിറ്റ് ഉണ്ടാക്കി ആരംഭിക്കുക. മൗണ്ടിംഗ് സ്ട്രക്ചറിനെ സുരക്ഷിതമായി താങ്ങി നിർത്തുന്നതിനായി ഇൻസ്റ്റലേഷൻ ലൊക്കേഷനിൽ ഉറപ്പുള്ള ഒരു വാൾ, പില്ലർ അല്ലെങ്കിൽ സിമന്റ് കോൺക്രീറ്റിൽ നിർമ്മിച്ച ഫൗണ്ടേഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കുക. സൈറ്റിന്റെ നിർദ്ദിഷ്ട റിക്വയർമെന്റ്സും കണ്ടീഷൻസും അടിസ്ഥാനമാക്കി മൗണ്ടിംഗ് പോസ്റ്റുകൾക്ക് അനുയോജ്യമായ ഉയരം ഡിറ്റർമൈൻ ചെയ്യുക. സ്റ്റെബിലിറ്റിയും ലോഞ്ചവിറ്റിയും ഉറപ്പാക്കാൻ ഉചിതമായ ഫാസ്റ്റനറുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പോസ്റ്റുകൾ ഫൗണ്ടേഷനിൽ ദൃഢമായി അറ്റാച്ച് ചെയ്യുക. ഒപ്റ്റിമൽ പെർഫോമൻസിനായി മൗണ്ടിംഗ് സ്ട്രക്ചർ ഭൂമിയുടെ സർഫേസിന് പെർപെൻഡിക്കുലറായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സോളാർ ഫോട്ടോവോൾട്ടേക് SPV പാനലിന്റെ സർഫേസ് ശരിയായ സൗത്ത് ഭാഗത്തേക്ക് സൂര്യപ്രകാശം പരമാവധി എക്സ്പോഷർ ചെയ്യുന്നതിനായി ഉചിതമായ ചെരിവ് കോണിൽ ചെരിച്ച് സ്ഥാപിക്കുക. എല്ലാ കണ്ടീഷനുകളും പാലിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റലേഷൻ രീതികൾ അനുസരിച്ച് നെയിലുകളോ സിമന്റ് കോൺക്രീറ്റോ ഉപയോഗിച്ച് മൗണ്ടിംഗ് സ്ട്രക്ചർ സുരക്ഷിതമായി ഉറപ്പാക്കുക. ശരിയായ പ്ലേസ്മെന്റിനായി നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് റൂഫ് ടോപ്പിലോ ഫീൽഡിലോ നിർദ്ദിഷ്ട സ്ഥലത്ത് മൗണ്ടിംഗ് സ്ട്രക്ചറിൽ സോളാർ PV പാനൽ ഇൻസ്റ്റാൾ ചെയ്യുക. പവർ ലോസ് കുറയ്ക്കുന്നതിന് സോളാർ പാനലും സോളാർ ചാർജ് കൺട്രോളറും തമ്മിൽ ഏറ്റവും കുറഞ്ഞ വയറിംഗ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. പവറിന്റെ ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സോളാർ ചാർജ് കൺട്രോളറിൽ നിന്ന് എല്ലാ ലോഡുകളിലേക്കും ചെറിയ വയറിംഗ് ലെങ്ത് ഉറപ്പാക്കുക. വ്യത്യസ്ത ലോഡുകളിലേക്ക് വ്യത്യസ്ത സ്വിച്ചുകൾ സംയോജിപ്പിക്കുക. ഓവറോൾ സിസ്റ്റം പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് ബാറ്ററിക്ക് വേണ്ടിയുള്ള ചെറിയ വയറിംഗ് ഡിസ്റ്റൻസിന് മുൻഗണന നൽകുക.
SCCയുടെ ഉചിതമായ ടെർമിനലുകളിലേക്ക് ലോഡുകളുടെ പോസിറ്റീവ്, നെഗറ്റീവ് വയറുകൾ കണക്ട് ചെയ്യുക. ബാറ്ററി വോൾട്ടേജ് നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കുക. രണ്ട് വയറുകളും സ്ട്രിപ്പ് ചെയ്യുക. വയറിന്റെ ഒരറ്റത്തേക്ക് ലഗ് ക്രിം ചെയ്യുക. റെഡ് വയർ പോസിറ്റീവ് ടെർമിനലിലേക്കും ബ്ലാക്ക് വയർ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുക. SCCയുടെ ഉചിതമായ ടെർമിനലുകളിലേക്ക് ചുവപ്പും കറുപ്പും വയറുകൾ കണക്ട് ചെയ്യുക. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് സോളാർ പാനലിന്റെ വോൾട്ടേജ് പരിശോധിക്കുക. സോളാർ പാനലിന്റെ ചുവപ്പും കറുപ്പും വയറുകളെ SCCയുടെ ഉചിതമായ ടെർമിനലുകളിലേക്ക് കണക്ട് ചെയ്യുക. SCC ഓണാക്കി ഓരോന്നിന്റെയും സ്വിച്ചുകൾ ഓണാക്കി ലോഡുകൾ പരിശോധിക്കുക. അടുത്തതായി ഫലപ്രദമായ ഹോം ലൈറ്റിംഗ് സിസ്റ്റം സൃഷ്ടിക്കുന്നതിന് എല്ലാ കോമ്പോണന്റുകളും എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നൽകിയിരിക്കുന്ന വയറിംഗ് ഡയഗ്രം അവലോകനം ചെയ്യാൻ അല്പസമയം ചെലവഴിക്കുക. ഈ സെറ്റപ്പിൽ സോളാർ ഫോട്ടോവോൾട്ടേക് മൊഡ്യൂൾ SPV, സോളാർ ചാർജ് കൺട്രോളർ SCC, ബാറ്ററി, ലോഡുകൾ, പ്രത്യേകമായി 2 DC LED ബൾബുകളും ഒരു ഫാനുമുണ്ട്. ഈ ഡെമോൺസ്ട്രേഷനായി നമ്മളൊരു ടേബിൾ വയറിംഗ് സെറ്റപ്പിൽ ഒരു LED ലാമ്പും ഒരു DC ഫാനും സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. SPV മോഡ്യൂളിന്റെ ശരിയായ സ്ഥാനം ഉറപ്പാക്കുക എന്നതാണ് ഒരു പ്രധാന സ്റ്റെപ്പ്. ബാറ്ററിക്കും ചാർജ് കൺട്രോളറിനും സമീപം SPV മോഡ്യൂൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്യുന്നു. SPV മോഡ്യൂൾ സുസ്ഥിരമായ ഒരു സ്ട്രക്ചറിൽ സുരക്ഷിതമായി മൗണ്ട് ചെയ്യുക. സൂര്യപ്രകാശം ഒപ്റ്റിമൈസ് ചെയ്യാൻ SPV മോഡ്യൂളിന്റെ ചരിവും ഓറിയന്റേഷനും അഡ്ജസ്റ്റ് ചെയ്യുക. സേഫ്റ്റി ടിപ്പ്: വീഴാനോ അപകടത്തിനോ സാധ്യതയില്ലാതെ ഇൻസ്റ്റലേഷൻ സൈറ്റ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. സ്ട്രക്ചറിൽ സോളാർ പാനലുകൾ മൗണ്ട് ചെയ്ത ശേഷം DC കേബിളിൽ നിന്ന് പാനലിലേക്ക് MC4 കണക്ടറുകൾ കണക്ട് ചെയ്യുക. ഇതിനായി ഫീമെയിൽ മെയിൽ കണക്ടറുകൾ അലൈൻ ചെയ്യുക. അവ കേൾക്കാവുന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുന്നതുവരെ അവയെ ദൃഢമായി ഒരുമിച്ച് തള്ളുക. ഇത് സുരക്ഷിതമായ ഇലക്ട്രിക്കൽ കണക്ഷൻ ഉറപ്പാക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സോളാർ PV മോഡ്യൂളിൽ നിന്ന് DC കേബിൾ DC ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ ഇൻപുട്ടിലേക്ക് കൊണ്ടുവരും. സോളാർ PV മോഡ്യൂളിൽ നിന്ന് DC ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ സ്ഥാനത്തേക്ക് DC കേബിൾ പ്രവർത്തിപ്പിച്ച് ആരംഭിക്കുക. കേബിൾ സുരക്ഷിതമായി ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ വഴിയിൽ സാധ്യമായ കേടുപാടുകളിൽ നിന്നോ അപകടങ്ങളിൽ നിന്നോ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ഹീറ്റിന്റെ ഏതെങ്കിലും സ്രോതസ്സുകളിൽ നിന്നോ മൂർച്ചയുള്ള അരികുകളിൽ നിന്നോ ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റ് സോഴ്സുകളിൽ നിന്നോ കേബിൾ വഴിതിരിച്ചുവിടാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് DC കേബിളുകൾ DC-DB ഇൻപുട്ട് പ്രൊട്ടക്റ്റീവ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം. എന്തെങ്കിലും കണക്ഷനുകൾ നിർമ്മിക്കുന്നതിന് മുൻപ് ഇലക്ട്രിക്കൽ ഹസാർഡുകൾ തടയുന്നതിന് DC-DB സ്വിച്ച് ഓഫ് ആണോ എന്ന് പരിശോധിക്കുക. സോളാർ PV മോഡ്യൂളിൽ നിന്ന് DC-DB പ്രൊട്ടക്റ്റീവ് ഡിവൈസിന്റെ ഇൻപുട്ട് ടെർമിനലുകളിലേക്ക് DC കേബിളുകൾ ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചും ശരിയായ പൊളാരിറ്റി നിരീക്ഷിച്ചും കണക്ട് ചെയ്യുക. കണക്ഷനുകൾ ഇറുകിയതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കുക. കേബിളുകൾ അല്ലെങ്കിൽ ടെർമിനലുകൾ എന്നിവയിൽ എന്തെങ്കിലും കേടുപാടുകൾ അല്ലെങ്കിൽ തേയ്മാനമുണ്ടോയെന്ന് 2 തവണ പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് DC-DBയുടെ ഔട്ട്പുട്ട് ടെർമിനലുകൾ DC കേബിളുകൾ ഉപയോഗിച്ച് SCCയുടെ സോളാർ PV ടെർമിനലുകളുമായി കണക്ട് ചെയ്യാൻ പോകാം. വീണ്ടും സിസ്റ്റത്തിന്റെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഈ കണക്ഷനുകൾ ഉണ്ടാക്കുമ്പോൾ ശരിയായ പൊളാരിറ്റി നിരീക്ഷിക്കുക. സിസ്റ്റത്തിന്റെ നിലവിലെ ശേഷിക്ക് അനുയോജ്യമായ ഉചിതമായ DC കേബിളുകൾ ഉപയോഗിക്കുക. കൂടാതെ എല്ലാ കണക്ഷനുകളും ഇറുകിയതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കുക. കണക്ഷനുകൾ ഉണ്ടാക്കിയ ശേഷം ലൂസായ കണക്ഷനുകളോ എക്സ്പോസ്ഡ് വയറുകളോ മറ്റ് സാധ്യതകളോ ഇല്ലെന്ന് സ്ഥിരീകരിക്കാൻ ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. ബാറ്ററിയെ SCCയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുൻപ് അത് സിസ്റ്റത്തിന് സ്വീകാര്യമായ പരിധിക്കുള്ളിലാണെന്ന് ഉറപ്പാക്കാൻ അതിന്റെ വോൾട്ടേജ് പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ SCCയിലെ കറസ്പോണ്ടിംഗ് ടെർമിനലുകളുമായി കണക്ട് ചെയ്യുക. SCCയിലെ ലോഡ് ടെർമിനലുകളെ ഔട്ട്പുട്ട് DC-DBയുടെ ഇൻപുട്ട് ടെർമിനലുകളിലേക്ക് DC കേബിളുകൾ ഉപയോഗിച്ച് ശരിയായ പൊളാരിറ്റി നിരീക്ഷിച്ച് കണക്ട് ചെയ്യുക.
ഔട്ട്പുട്ട് DC-DBയുടെ ഔട്ട്പുട്ട് ടെർമിനലുകളിലേക്ക് ലോഡുകളിൽ നിന്ന് LED ലാമ്പ് DC ഫാൻ വയറുകളെ കണക്ട് ചെയ്യുക. DC-DB സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പാക്കുക. സേഫ്റ്റി ടിപ്പ്: DC-DBയുടെ ഔട്ട്പുട്ട് സ്വിച്ചുകൾ സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണെന്ന് ഉറപ്പാക്കുകയും SACയിലെ ടെർമിനലുകളിലേക്ക് ഫേം വയറുകൾ ഉറപ്പാക്കുകയും ചെയ്യുക. വയർ സ്ട്രാൻഡ്സ് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. സാധ്യമായ ഡാമേജുകൾ ഒഴിവാക്കാൻ വയറിംഗ് ശരിയായ പൊളാരിറ്റികളുമായി മാച്ച് ആകുന്നുണ്ടോ എന്ന് 2 തവണ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ കണക്ഷനും സമഗ്രമായി ഇൻസ്പെക്ട് ചെയ്യാൻ സമയമെടുക്കുക. കണ്ടെത്തിയ ഏതെങ്കിലും എററുകളോ ലൂസ് കണക്ഷനുകളോ ശരിയാക്കുക. എല്ലാം ഓർഡറിലായി കഴിഞ്ഞാൽ ആദ്യം ഇൻപുട്ട് DC-DB ടേൺ ഓൺ ചെയ്യുക. തുടർന്ന് ഔട്ട്പുട്ട് DC-DB ടേൺ ഓൺ ചെയ്യുക. DC-DB ഔട്ട്പുട്ട് പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ ഉപയോഗിച്ച് ഓരോ ലോഡും പ്രത്യേകമായി പരിശോധിക്കുക. ശരിയായ പ്രവർത്തനം ഉറപ്പാക്കാൻ സോളാർ ബാറ്ററി കേബിളുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റും വോൾട്ടേജും നിരീക്ഷിക്കുക. രാത്രി സമയത്ത് SAC ലോഡുകൾ പവർ ചെയ്യാൻ ബാറ്ററി ഉപയോഗിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇൻപുട്ട് DC-DB ഓഫ് ആണെങ്കിൽ അവസ്ഥയെ സിമുലേറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് DC-DB ഓൺ ആണെങ്കിൽ ലോഡുകൾ ഇപ്പോഴും പവർ ഓൺ ആണ്. വ്യത്യസ്തമായ ലൈറ്റിംഗ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഫ്ലെക്സിബിലിറ്റിയും വെർസറ്റാലിറ്റിയും അലൗ ചെയ്യുന്ന പ്രത്യേക ആവശ്യകതകൾക്കനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിലെ ലോഡുകൾ ഇഷ്ടാനുസൃതമാക്കാൻ കഴിയുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഈ സെഷന്റെ അവസാനമായിരിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് ഒരു DC ഹോം ലൈറ്റിംഗ് സോളാർ PV സിസ്റ്റം കണക്ട് ചെയ്യാൻ, ഹോം ലൈറ്റിംഗ് സിസ്റ്റത്തിനായി ഒരു സോളാർ പാനൽ റൂഫ് ടോപ്പിൽ മൗണ്ട് ചെയ്യാൻ. ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.